ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപങ്ങൾ ഓരോ മേഖലയിൽ നിന്നും ആർക്കും ഉന്നയിക്കാം. ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം. അതല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസകരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല. രാഹുലിനെതിരെ പരാമർശം ഉണ്ടായപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഷാഫിക്കെതിരെ ഉണ്ടായപ്പോൾ പാലക്കാട്ട് കോൺഗ്രസ് പ്രതിഷേധിച്ചപ്പോൾ രണ്ട് തരത്തിലാണ് കോൺഗ്രസിനെ കാണുന്നതിനുള്ള വിമർശനങ്ങൾ പ്രാദേശികമായി പാലക്കാട്ട് പോയിരുന്നു. ഇല്ല, അത്തരം കാര്യങ്ങൾ അങ്ങനെ രണ്ട് തരത്തിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഞാനങ്ങനെ കാണുന്നില്ല. എന്തായാലും എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ അന്വേഷിക്കും. ഷാഫിക്ക് പിന്തുണ, രാഹുലിന് പിന്തുണ ഇല്ല എന്നുള്ളൊരു നിലപാടാണോ? ഒരേ ആരോപണമാണ്, ലൈംഗിക ആരോപണമാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി തന്നെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതേ ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പിന്തുണയുടെ പ്രശ്നം, ഒരു ഇരട്ട നീതി. ഇല്ല, അത് വരട്ടെ, അതൊക്കെ ഞങ്ങൾ പറയാം ഉള്ള അവസരമുണ്ട്. ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും. ഇപ്പം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടത്തില്ല. ഒരു പ്രതിസന്ധിയില്ല. വയനാട്ടിലെ പുതിയ DCC പ്രസിഡന്റിനെ വെച്ചു. പുതിയ DCC പ്രസിഡന്റ് ചുമതലകൾ ഏറ്റെടുത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് KPCCയുടെ പ്രസിഡന്റ് തന്നെ ഇവിടെ വരേണ്ടിയിരുന്നതാണ്. അദ്ദേഹം നേരിട്ട് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു പ്രതിസന്ധി. പ്രകാശ് UDF കൺവീനറായി വരുമ്പോൾ മതസാമുദായിക ഘടകങ്ങളിലൊക്കെ ഒരു ഇക്വേഷനൊക്കെ മാറി വരുന്നൊക്കെയാണ് പ്രതീക്ഷ. പക്ഷേ SNDP ഇപ്പോഴും ഇടതുപക്ഷത്തോടൊപ്പം ഒട്ടി നിൽക്കുകയാണ്. അല്ല, അതിപ്പോൾ വരട്ടെ. ഇനിയിപ്പോൾ സമയം കിടക്കില്ലയോ? ഇതങ്ങോട്ട് തുടങ്ങിയതല്ല ഉള്ളൂ. സമയം ഒരുപാട് കിടക്കുന്നു. ആ സമയം ഇനിയും നീണ്ട കുറേ 6-7 മാസക്കാലം കൂടെ കിടക്കുകയാണ്. അന്നേരം നമുക്ക് കണ്ടുകളയാം, അന്നേരം കാണിക്കാം. എന്താ സംശയം? ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഏത് തരത്തിൽ പോകണം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും. വയനാട് പുതിയ അധ്യക്ഷൻ എന്താണ് ഒരു അടിയന്തര ചുമതല എന്നുള്ള രീതിയിൽ അവിടെ ചിലപ്പോൾ വീടുകളുടെ നിർമ്മാണമുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാവും. ഇല്ല, അത്തരം ആ കാര്യങ്ങൾ ഇന്നിപ്പോൾ പുതിയ ഒരാളിനെ ചുമതലയേൽക്കുന്നു. പുതിയ ആൾ ചുമതല ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് KPCC തലത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുള്ള തീരുമാനം ഉണ്ടാവുക. അതിപ്പോൾ ആർക്കും എന്തും പറയാമല്ലോ. അത് പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇനി മാറിക്കൂടാന്നുണ്ടോ? അതിനൊരു അവസരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം.